ഏതായാലും നമ്മുടെ ഈ പുണ്യമുഹൂർത്തത്തിൽ മാവാലിയായി വന്ന് നമ്മളെ കാണാൻ വന്ന ഈ നല്ല ദേഹത്തിനും ഇത് പേര് പറയില്ല. അപ്പൊ സ്റ്റേജ് സ്പീഡാ കൊടുക്കുക. കയ്യിൽ പിടിക്കാൻ പാടില്ല, പെട്ടെന്ന് പെട്ടെന്ന് തൊട്ട് കൈമാറുക. എല്ലാവരും കൈയടിച്ചൊന്ന് പ്രോത്സാഹിപ്പിക്കുക. കടിച്ചെടുക്കണം, അതിന് വെച്ചാൽ പോരാ. കടിച്ച് കഴിക്കണം. മാവേലി നാട് വാഴും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് തുടങ്ങുന്ന പാട്ട് നമ്മളെല്ലാം സ്കൂളിൽ പഠിക്കുമ്പോൾ ഒക്കെ മഹാബലിയെ കുറിച്ചും അതുപോലെ പഴയകാല ഓണത്തിൻ്റെ ഓർമ്മകളെ കുറിച്ചൊന്നും അറിവുണ്ടാവില്ല കൂടുതലായിട്ട്. അപ്പം ഈ സമയം നമ്മൾ അവർക്ക് പകർന്നു കൊടുക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ മുതിർന്നവർ ആ പഴയ ഘട്ടമായിരുന്നു അന്നുണ്ടായത്. ഇപ്പം മനോജേട്ടൻ പറഞ്ഞതുപോലെ കോഴി ഓടിച്ചിട്ട് പിടിക്കുന്നതും ഒരു ഓണപ്പുടവ കിട്ടുന്നതും ഒക്കെ ഏറെ സന്തോഷത്തോടെ നമ്മൾ അന്ന് ആ ഒരു കാര്യം ഓണത്തെ കോയ നിയാസ് ബക്കർ കോയ വിളിച്ചു പറഞ്ഞുകൊണ്ട് 10 ബസ് എറണാകുളത്ത് പുറപ്പെടുന്നതാണെന്നൊക്കെ പറയുന്നത്. ഓരോ എറണാകുളം കേന്ദ്രമാണല്ലോ, അങ്ങോട്ടെല്ലാം ഭാഷ അതല്ലേ. ഞാൻ എന്താ പറയുന്നത് ഒന്നും ചോദിച്ചില്ല. എന്നോട് പറയണം, പോണം, ആക്ഷൻ പറയുമ്പോൾ വരണം. അപ്പോൾ എല്ലാം റെഡിയായി. ഒരു ലുങ്കിയും ഒരു മുണ്ടലും തന്നു, ഷർട്ട് തന്നു, ഇട്ടു, അവിടെ നിന്നു. ആക്ഷൻ. ഞാൻ മെല്ലെ വന്നു ഇതുപോലെ കൗണ്ടറിൽ മൂപ്പർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ 3 ആള് പറഞ്ഞിട്ട് പോയി, 4ാമത്തെ ഞാൻ. എന്നോട് ചോദിച്ചു എവിടെയാണ് പോണ്ടത്. അപ്പൊ ഞാൻ എടുത്ത വായിക്ക് പറഞ്ഞാന്ന് ബേഡെടുക്ക ബദ്ദെടുക്ക വട്ടിയെടുക്ക കൊടുക്കാസല്ല ബസ് അങ്ങോട്ട് കായ്ക്കോല വെച്ച് സീറ്റ് പിടിക്കാൻ വേണ്ടിട്ട്. അപ്പൊ വരില്ല, ഇപ്പോഴും ബദ്ദിനുണ്ടെങ്കിൽ ഞാൻ കയറിയിരിക്കായിരുന്നു അല്ലേ. വരുവോ? കട്ട് ലൈറ്റ് ഓഫ്. ആളെല്ലാം ഞെട്ടിപ്പോയി. ഇതെന്തെന്നാ പറഞ്ഞെന്ന് ആർക്കും തിരിഞ്ഞിട്ട. നമ്മളെ ഭാഷയല്ലേ. ഒരു ടിവിയിലും വരുന്നില്ല അന്ന്, ഒരു സിനിമയിലും വരാത്തൊരു സ്ഥലം. എന്നെ വിളിച്ചു. അപ്പൊ ലൈറ്റ് എല്ലാം ഓഫ് ആക്കിയല്ലോ. എന്നെ പെട്ടെന്ന് കാണും ലൈറ്റ് ഓഫ് ആക്കിയാല്. പക്ഷെ ഞാൻ ഹാപ്പിയാണ്, ഞാൻ ചിരിച്ചു പോയി. പിന്നെ വണ്ടി ഞാൻ കണ്ടു. വിളിച്ചു, എന്താണ് നിങ്ങൾ പറഞ്ഞത്? അപ്പൊ അതാണ് സംവിധായകൻ. എനിക്ക് പിന്നെ മനസ്സിലായത് തൊപ്പിയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. നമ്മറിയില്ല, നമ്മളാരും മൈൻഡാക്കിയില്ല. സാധാരണ ഫസ്റ്റ് പോകുമ്പോൾ തൊട്ടിലെല്ലാം വെച്ചിട്ടാണ് അഭിനയിക്കേണ്ടി. നമുക്കിത് പരിചയമൊന്നുമില്ല, ഏടില്ല, ആരും മൈൻഡാക്കിയില്ല. ആണെന്നോ അപ്പടെ ഇത് ആരാന്ന് ഇയാളെ കൊണ്ടെന്ന് ഞാൻ ചോദിക്കാൻ തുടങ്ങി. ഞാനാകെ പേടിച്ചില്ലേ. ഇതാണ് എന്റെ ഫസ്റ്റ്. വേണ്ടാന്ന് പറഞ്ഞു. ഇതൊന്നും ആർക്കും മനസ്സിലാവൂല, നമ്മളെ ഭാഷ പറയാത്ത സമയം. പോയിക്കോന്നു. ഞാൻ ഹാപ്പി ആയിരുന്നു, താങ്ക് യു എന്ന് പറഞ്ഞു. കാരണം നമുക്ക് പറ്റൂല എന്ന് ആദ്യം മനസ്സിലായി. അപ്പൊ വിളിച്ചു ഒരാൾ. അയാൾ പറഞ്ഞു, അല്ല അദ്ദേഹം പറഞ്ഞൊരു ഭാഷ, ഒരു ശൈലി ശരിക്കും വ്യത്യസ്തമായാലോ, ചെയ്തോട്ട് വേണ്ടേ, നമുക്ക് ഒഴിവാക്കിയിട്ട് വിടാം. ഞാൻ വേണ്ട സാറേ, അത് നമുക്ക് പറ്റൂല, അത് നമുക്ക് അങ്ങനെ അഭിനയിച്ചൊന്നും പരിചയമില്ല, എന്തെങ്കിലും മൈമ